Hello guys, welcome back. This is Rudo from Hackfiles and നമ്മൾ ഇന്ന് കോഡിങ്ങിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഇന്ന് മുതൽ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും. എല്ലാ ദിവസവും കാണാൻ ശ്രമിക്കാം നല്ല തുടർച്ചയായിട്ട് തന്നെ കാണാം. അതാവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ആൻഡ് നമ്മൾ എക്ലിപ്സിലാണ് വീഡിയോ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഒക്കെ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ അത് എക്ലിപ്സിലാണ് ചെയ്യുന്നത്. സോ എക്ലിപ്സിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഇട്ടിട്ടുള്ളത് അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനിരിക്കുക. അതേപോലെ മൊബൈൽ യൂസേഴ്സിനും നമ്മളൊരു ആപ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മൊബൈൽ അതും എങ്ങനെയെന്നും അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ മൊബൈൽ യൂസേഴ്സ് അതേപോലെ ചെയ്യുക. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് എക്ലിപ്സ് ഓപ്പൺ ആക്കണം. അതിനു മുമ്പ് നമ്മൾ എക്ലിപ്സിനൊരു വർക്ക് സ്പേസ് ഉണ്ടാക്കുകയാണ്. എക്ലിപ്സ് തന്നെ ഡിഫോൾട്ട് ഒരു വർക്ക് സ്പേസ് ആയിരുന്നു, പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. വേറൊരു വർക്ക് സ്പേസ് ഉണ്ടാക്കുകയാണ്. ഡെസ്ക്ടോപ്പിൽ കോഡിംഗ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാക്കി ദെൻ എക്ലിപ്സ് ഓപ്പൺ ചെയ്യാം. എക്ലിപ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രൗസ് ചെയ്യാം. വർക്ക് സ്പേസ് ചോദിക്കുമ്പോൾ ദെൻ ഡെസ്ക്ടോപ്പിൽ കോഡിങ് സെലക്ട് ചെയ്യുക. സെലക്ട് ഫോൾഡർ ലോഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് ടൈം എടുക്കും ലോഞ്ച് ആവാൻ. എക്ലിപ്സിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതിൽ നമ്മൾ MinGW അതേപോലെ JDK ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. എക്ലിപ്സ് മാത്രം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് കാര്യമില്ല, വർക്കാവില്ല. അതൊക്കെ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. കറക്റ്റ് അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. അതേപോലെ തന്നെ മൊബൈൽ യൂസേഴ്സിന് കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടാവും. കാരണം എന്താ പറയുക, നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പോലെ അത്ര ഈസി ആവില്ല. ആൻഡ് നമ്മൾ എക്ലിപ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ സ്ക്രീൻ ഒന്ന് മാക്സിമൈസ് ചെയ്യുകയാണ് വിൻഡോ. ദെൻ നമ്മൾ വെൽക്കം സ്ക്രീനാണ്. എന്തൊക്കെ വേണമെങ്കിൽ വായിച്ച് നോക്കാം. ട്യൂട്ടോറിയലൊക്കെ ഉണ്ട്. ദെൻ നമ്മൾ വെൽക്കം സ്ക്രീൻ ഓഫ് ചെയ്തു. ദെൻ നമുക്കൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുക. ഇതിൽ നമുക്കൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചെയ്യാം, പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല. കാരണം എപ്പോഴും നമുക്ക് ചെയ്യേണ്ടത് ഫയൽ എടുക്കുക, അതിൽ ന്യൂ ഫയൽ, ദെൻ C++ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാം. ദെൻ അതിൽ C++ മാനേജ്മെൻറ്റ് ബിൽഡ്, കാരണം നമ്മൾ C++ലാണ് ചെയ്യുന്നത്. ഒക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഇവിടെയാണ് നമ്മുടെ MinGWൻ്റെ ആവശ്യം. അത് കമ്പൈലറാണ്. അതായത് കോഡ് കമ്പൈൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയിൽ നിന്ന് കമ്പ്യൂട്ടറിൻ്റെ ഭാഷയൊക്കെ ആക്കുന്നതിനാണ് കമ്പൈൽ ചെയ്യാന്ന് പറയാം. അത് ചെയ്യുന്നതിനാണ് കമ്പൈലർ എന്ന് പറയാം. MinGW നമ്മളൊരു പേരെടുക്കുകയാണ്. നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ബേസിക്സ് എന്നുള്ള പേരെടുക്കുക. ദെൻ ഇത്ര ചെയ്യേണ്ടുള്ളൂ. നെക്സ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫിനിഷ് ചെയ്യാം. ഹലോ വേൾഡ് പ്രൊജക്റ്റാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതിയിട്ടാണ് വരാം. ഇതൊന്നും പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ ഇവിടെ കുറച്ച് സംഭവങ്ങൾ ഫസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, എന്നാലും അതിൻ്റെ പേര് പറഞ്ഞാൽ ഇതിൻ്റെ പേര് കമ്പൈലർ ഡയറക്റ്റീവ് എന്നാണ്. ഇതിൻ്റെ പേര് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്നാണ്. അതായത് ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. ഇതിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. പിന്നെ ഒറ്റ ലൈനിൽ എഴുതാൻ ഒരു ലൈനിൽ ഒന്നേ വരെ ഉള്ളൂ ഹാഷ് വെച്ചിട്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ നമ്മൾ പറഞ്ഞ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്നില്ല. കാരണം നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളോട് മാത്രം പോയാൽ മതി. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോസിൽ പറയാം. ആൻഡ് ഇതിൻ്റെ പേര് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്നാണ്. ആൻഡ് ഇത് മെയിൻ എന്ന് പറഞ്ഞിട്ട് മെയിൻ ഫംഗ്ഷനാണ്. അതായത് ഫംഗ്ഷൻ്റെ കാര്യം നമ്മൾ ഈ വീഡിയോയിലൊന്നും പറയുന്നില്ല. ജസ്റ്റ് നമ്മൾ പറയുന്നതിനനുസരിച്ച് മാത്രം പഠിച്ചു പോയാൽ മതി. അതിനനുസരിച്ചൊന്നും കൂടുതൽ വെറി ആവണ്ട. പിന്നെ ഫംഗ്ഷനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 വീഡിയോ കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. പിന്നെ ഇത് റിട്ടേൺ 0 ഇതൊക്കെ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. അതൊന്നും എന്താണെന്ന് ഇപ്പോൾ പഠിക്കണ്ട. ജസ്റ്റ് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത് Cout ഹലോ വേൾഡ് എന്നാണ് വന്നിട്ടുള്ളത്. സോ അതിലെന്താ വരാമെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഇവിടെ ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ കമൻറ്റാണ്. നമുക്ക് ഇന്ന് നമുക്ക് കമൻറ്റൊക്കെ പഠിക്കാം. സോ ഫസ്റ്റ് ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എന്താ വരുന്നതെന്ന് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മളെ കൺസോൾ. ഇവിടെ ഓൾറെഡി ഇവിടെ ഇരിക്കാറുണ്ടാവുക. ഇത് സെലക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ റൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. കൺസോളിലാണ് നമ്മൾ സംഭവങ്ങളൊക്കെ കോഡ് ചെയ്ത് സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ ഒരു കോഡ് എഴുതുന്ന ഒരു പ്രോഗ്രാമർ ആണെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് ഒരു യൂസറായിരിക്കും. ആ യൂസറിന് എങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ കൺസോളിൽ നമുക്ക് കാണിച്ചു തരും. ആൻഡ് നമുക്ക് കോഡ് റൺ ചെയ്യണം. അതിനായിട്ട് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൊജക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കോഡൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ബിൽഡ് പ്രൊജക്റ്റ് കൊടുക്കാം. ബിൽഡ് പ്രൊജക്റ്റ് കൊടുത്താൽ 0 വാർണിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊജക്റ്റിൽ എറേഴ്സും വാർണിങ്സ് ഒന്നുമില്ല. ആൻഡ് നമ്മളൊരു section cannot be launched, there are no recent launches. Okay, sorry. നമുക്കൊന്നുകൂടി ബിൽഡ് എടുത്ത് നോക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്.
എന്തോ ചെറിയ എററായിരുന്നു, എനിക്കൊന്ന് എക്ലിപ്സിൻ്റെ എററാണ് തോന്നുന്നുണ്ട്. ഓക്കെ, അതിൽ ലോക്കൽ C++ ആപ്ലിക്കേഷന് സെലക്ട് ചെയ്യാം. ദെൻ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഹലോ വേൾഡ് എന്നാണ് വന്നിട്ടുള്ളത്. അതായത് ഇതാ കണ്ടില്ലേ, ഈ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ഹലോ വേൾഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. ഇതൊന്നും അല്ല കേട്ടോ, ഇത് നമുക്ക് ഒഴിവാക്കിയാലും അതേപോലെ തന്നെ വരാം. ഓക്കെ കൊടുത്തു, കണ്ടോ ഹലോ വേൾഡ്. അതായത് ഇവിടെ ഉള്ളതൊന്നല്ല വന്നിട്ടുള്ളത്, ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ മനസ്സിലാക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ, ഇത് നമുക്ക് സി ഔട്ട് എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കാനുള്ള ഒരു കമാൻഡാണ്. ഇവിടെ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും കൊടുത്താൽ, എക്സാമ്പിളായിട്ട് നമ്മൾ ഹാക്ക് ഫയൽസ് നോക്കാം. ഓക്കെ, ദെൻ റൺ ചെയ്താൽ കണ്ടോ ഹാക്ക് ഫയൽസ് എന്നാണ് വന്നിട്ടുള്ളത്. ആൻഡ് അവിടെ നമുക്കിപ്പോൾ ഒരു നമ്പർ എടുത്ത് നോക്കാം. റൺ ചെയ്തു, അതാ ആ നമ്പറാണ് വന്നിട്ടുള്ളത്. സോ ഈ സി ഔട്ട് എന്ന് വെച്ചിട്ടുള്ളത് നമുക്ക് ഒരു പ്രോഗ്രാമിൽ ഒരു ഔട്ട്പുട്ട് കൊടുക്കാനുള്ള, യൂസറിന് ഒരു ഔട്ട്പുട്ട് കൊടുക്കാനുള്ള ഒരു കീവേഡാണ് സി ഔട്ട് എന്നുള്ള കീവേഡ്. സി ഔട്ട് ഇട്ടതിന് ശേഷം ഇതിന് നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ എന്നാ പറയാം. ദെൻ അതിട്ടാൽ നമുക്ക് അത് പിന്നെ ഒരു ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എന്ത് എഴുതുന്നു അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതേപോലെ ഇവിടെ വേറെയും കൊടുക്കാൻ പറ്റും, അതൊക്കെ നമുക്ക് വരും വീഡിയോസിലൊക്കെ കാണാം. ഇപ്പോൾ എത്ര പഠിച്ചാൽ മതി, സി ഔട്ടാണ് ഔട്ട്പുട്ട് കൊടുക്കാനുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്തോ അത് ഔട്ട്പുട്ടായിട്ട് വരും. എക്സാമ്പിളായിട്ട് നമ്മൾ വേറെ എന്താ കൊടുക്കുക, HP എന്ന് കൊടുത്തു, അപ്പോൾ അതും ഔട്ട്പുട്ടായിട്ട് വരും. ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ സി ഔട്ട് ഇട്ട് ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഡബിൾ കോഡ്സ് ഇട്ട് എന്ത് വരുന്നോ അത് ഇവിടെ വരും. സോ അത്രേ ഉള്ളൂ ഔട്ട്പുട്ടിനെ പറ്റി പറയാനുള്ളത്. ദെൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി പഠിക്കാനുള്ളത്, നമ്മൾ നേരത്തെ ഇവിടെ കണ്ടില്ലേ 2 സ്ലാഷ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഹലോ വേൾഡ് എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനാണ് നമ്മൾ കമൻറ്റ് എന്ന് പറയുക. കമൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണ കോഡ് എഴുതുമ്പോൾ നമുക്ക് മാത്രം മനസ്സിലായ പോരാ, നമ്മൾ കോഡ് ആരൊക്കെ വായിക്കുന്നു അവർക്കൊക്കെ നമ്മളെ കോഡ് മനസ്സിലാവണം. അപ്പോൾ നമ്മൾ കമൻറ്റ് എഴുതുമ്പോൾ കോഡ് എഴുതുമ്പോൾ ഓരോന്നും എന്താ ചെയ്യുക, ഒരു ഫംഗ്ഷനെ പറ്റി ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ സി ഔട്ട് HP എന്നുള്ള ഇത് എന്തിനാണെന്ന് നമ്മൾ എഴുതും. ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതില്ല, പക്ഷേ ഓരോ ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും എഴുതാം. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ എഴുതും. അത് എഴുതുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എഴുതിയാൽ ഇതൊക്കെ നമ്മൾ കോഡിൽ കൂട്ടും. സോ നമ്മൾ കോഡ് എററായിട്ട് വരും. അപ്പോൾ എറർ ആവാതിരിക്കാനാണ് നമ്മൾ കമൻറ്റ് ഇടല്. കമൻറ്റ് ഇടാന്ന് വെച്ചാൽ നമുക്കിവിടെ കൊടുക്കാം ദീസ് പ്രിൻ്റ് വേണ്ട, ഔട്ട്പുട്ട് HP എന്ന് കൊടുക്കും. അതായത് അപ്പോൾ ഒരു യൂസർ ഒരു കോഡിങ് പോലും അറിയാത്ത ഒരാൾ വായിക്കുകയാണെങ്കിലും അവർക്ക് മനസ്സിലാവും ഇത് ഒരു HP എന്നുള്ള ഔട്ട്പുട്ട് കൊടുക്കാനുള്ള കോഡാണെന്ന് മനസ്സിലാവും. അപ്പോൾ അത്രേ ഉള്ളൂ, കമൻറ്റിൻ്റെ ഉദ്ദേശം അത്രേ ഉള്ളൂ. അപ്പോൾ 2 ടൈപ്പ് കമൻറ്റ് ഉണ്ട്, സിംഗിൾ ലൈൻ കമൻറ്റും രണ്ടാമത്തെ മൾട്ടി ലൈൻ കമൻറ്റും. ഓക്കെ, ദെൻ അതിൽ നമുക്ക് സിംഗിൾ ലൈൻ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ എഴുതിയതാണ് സിംഗിൾ ലൈൻ കമൻറ്റ്. അതായത് 2 സ്ലാഷ് ഇട്ടതിന് ശേഷം എന്തെങ്കിലും ഈ ലൈനിൽ നമുക്ക് ഇനി എന്ത് എഴുതിയാലും അത് നമുക്ക് കമൻറ്റായിട്ടേ കൂട്ടുക. ഈ ലൈനിലുള്ള ഫുള്ള് സംഭവങ്ങളും കമൻറ്റായിട്ടേ കൂട്ടുക. ദെൻ നമ്മളൊരു എൻ്റർ അടിച്ച് എഴുതിയാൽ ഇതൊന്നും കമൻറ്റ് ആവില്ല. അപ്പോൾ അതിന് നമുക്ക് മൾട്ടി ലൈൻ കമൻറ്റ് വേണം. അതായത് എൻ്റർ അടിച്ചിട്ട് എത്ര ലൈൻ വേണമെങ്കിലും എഴുതണമെങ്കിൽ മൾട്ടി ലൈൻ കമൻറ്റ് വേണം. മൾട്ടി ലൈൻ കമൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലാഷ് ഇടാം, സ്റ്റാർ ഇടാം, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡിങ്ങിൽ സ്റ്റാർ ഇടാം, സ്ലാഷ് ഇടാം. അതായത് സ്ലാഷ് സ്റ്റാറിൽ തുടങ്ങിയിട്ട് സ്റ്റാർ സ്ലാഷിൽ അവസാനിപ്പിക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണിച്ചു തരാം. ഇതിൽ എത്ര എഴുതിയാലും കണ്ടോ നമുക്ക് ഒക്കെ കമൻ്റ് ആയിട്ട് കൂട്ടാം. അതായത് ഇത് എത്ര ലൈൻ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ എഴുതാം. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും സ്ലാഷ് ഇട്ടാൽ മതി, സ്ലാഷ് സ്റ്റാർ, അതേപോലെ എൻഡിങ്ങിൽ സ്റ്റാർ സ്ലാഷ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒറ്റ ലൈന് മാത്രമേ പറ്റുള്ളൂ. ഇതിന്ന് എൻ്റർ അടിച്ചാൽ പിന്നുള്ളതൊന്നും നമുക്ക് കമൻ്റായി കൂട്ടില്ല. ഓക്കെ, അതായത് ഇനിയിപ്പോൾ നമ്മൾ എൻഡിങ്ങിൽ സംശയം ഉണ്ടാവും, എൻഡിങ്ങിൽ ഇട്ടാൽ കൂട്ടുമോ എന്നുള്ള സംശയം ഉണ്ടാവും. സോ നമുക്കത് നോക്കാം. നമ്മൾ എൻഡിങ്ങിലിട്ട് സ്ലാഷ് എന്നിട്ട് ദെൻ ഓക്കെ കണ്ടോ, പിന്നുള്ളതൊന്നും കമൻ്റായിട്ട് കൂട്ടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് കമൻറ്റിനെ കുറിച്ചും പറയാനുള്ളത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, കാരണം നമുക്ക് സിമ്പിളായിട്ട് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. അതായത് നിങ്ങൾക്ക് കൂടുതലൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുന്നത്, കാരണം അങ്ങനെ മനസ്സിലാവില്ല.
അത് നമുക്ക് 2-3 വീഡിയോസൊക്കെ വരുമ്പോൾ അതും ഒക്കെ കൂടി കണക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ ലാസ്റ്റ് വീഡിയോസൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. പിന്നെ അതോടൊപ്പം നമ്മൾ അസൈൻമെൻ്റ് ഒക്കെ തരും, അതൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് സ്റ്റാർട്ടിംഗ് ആണ്, അതുകൊണ്ടാണ് ഇത്ര കുറച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ചെറുതായിട്ട് ടോപ്പിക്സ് ഇങ്ങനെ കൂട്ടി വരും. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.